അങ്ങനെ ഒടുവിൽ സിയാസ് കരീമിന്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ രാമേന്ദ്ര പ്രശ്നം? എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പിടിച്ചോ, എനിക്കിത് ആവശ്യം വരും. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിനും ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ്. സ്ഥിരാണല്ലേ? പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. അയ്യോ, ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ട് ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ നിന്റെ നട്ടിന്റെ ചിത്രങ്ങൾ ഞാൻ പുറത്തു വിടും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ സിയാസ് കരീം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. കൊഞ്ചല്ലടി കൊഞ്ചല്ലേ, നീ എടുത്ത ഫോട്ടോ കൊണ്ട് കാണിക്കും. അത് കിട്ടില്ലേടാ, കാണിക്കണത് സത്യമായിട്ട് കിട്ടില്ല. അപ്പോഴേക്കാ പെണ്ണ് വെച്ചില്ലേ? ആയിക്കോട്ടെ, നീ മതി സ്റ്റാർട്ട് ചെയ്തോട്ടെ. നിന്റെ സാമാൻ അടിച്ചാൽ പൊളിക്കും. കടമൊക്കെ ഒന്നുണ്ടോ? അനുമോൾക്ക് ഒരു 1,40,000 കൊടുക്കാണ്ട്. അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. ഇന്ന് പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ കേട്ടോ. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും